കേവലം ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതിനും അപ്പുറമുള്ള, വരികൾക്കും അപ്പുറത്തേക്ക് വായിക്കാൻ, വീണ്ടും വായിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് എത്ര ഭീകരമായിരുന്നു ഈ വിഭജനത്തിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചന എന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. പ്രിയപ്പെട്ട ജോർജിനെ സൂചിപ്പിച്ചു. ഞാൻ വളരെ ചുരുക്കത്തിലാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് വന്ദേമാതരം 930 വരെ ഒരു മനസ്സോടെ ഇന്ത്യയിലെ ആളുകൾ പാടിയത്? എന്തുകൊണ്ടാണ് ബംഗാൾ വിഭജനം ഉണ്ടായപ്പോൾ ആ ബംഗാൾ വിഭജനത്തിനെതിരെ ഒരേ മനസ്സോടെ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ, ഇന്ത്യയിലെ മുസ്ലിങ്ങളും, ക്രിസ്ത്യാനി ഞാൻ പറയുന്നില്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഇന്ത്യയിലെ ഹിന്ദുക്കളും ഒരേ മനസ്സോടെ വന്ദേമാതര ഗാനം ആലപിച്ചുകൊണ്ടാണ് ബംഗാൾ വിഭജനത്തിനെ നേരിട്ടത്? എവിടെയാണ് ആ വന്ദേമാതരം നമുക്ക് അസ്പൃശ്യമായത്? വന്ദേമാതരം ആലപിക്കുമ്പോൾ 800-കളിൽ വന്ദേമാതര ഗാനം വ്യാപകമായി ആലപിക്കപ്പെട്ടു തുടങ്ങുമ്പോൾ ശരിയാണ്, ഓരോ കലാരൂപങ്ങളാണ് ഒരു ഭരണകൂടത്തിനെ ഭയപ്പെടുത്തുന്നത്. ആ ഭയപ്പാട് ഇന്നും കേരളത്തിലെ ഭരണകൂടത്തിന് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് നാം തിരിച്ചറിയേണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ വന്ദേമാതരം പാടില്ല എന്ന് പറയുന്നത്. വന്ദേമാതരം ആരംഭിച്ച കാലഘട്ടത്തിൽ 905 വരെയുള്ള കാലം ബ്രിട്ടീഷ് സർക്കാർ വന്ദേമാതരം ആലപിക്കുന്ന ഓരോ വ്യക്തിക്കും 5 രൂപയുടെ ഫൈൻ, ശിക്ഷ. ഈ ഗാനം ആലപിച്ചാൽ 5 രൂപ ശിക്ഷിക്കും. 900-ലെ 5 രൂപ എന്ന് പറയുന്നത് ഒരു ചെറിയ തുകയല്ലല്ലോ. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഭരണകൂടം ഈ ഒരു ചെറിയ ഗാനത്തെ, ഈ 8 ഖണ്ഡികയുള്ള ഈ ചെറിയൊരു ഗാനത്തെ, ബ്രിട്ടീഷ് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഭരണകൂടം എത്രമാത്രം ഭയപ്പെട്ടിരുന്നു എന്നതിന്റെ തെളിവാണ് ആ ഗാനം ആലപിക്കുന്നവരെ 5 രൂപ ഫൈൻ അടപ്പിക്കുന്നത്. അത്രമാത്രം ബ്രിട്ടീഷുകാർ തമസ്കരിക്കാൻ ശ്രമിച്ച ഒരു ദേശീയ ഗാനം കോൺഗ്രസുകാർ രാഷ്ട്രീയ ഗാനമാക്കി മാറ്റിയ, പൊളിറ്റിക്കൽ ഗാനമാക്കി മാറ്റിയ വന്ദേമാതരം എവിടെ നമുക്ക് അന്യമായി? അതന്യമായി എവിടെയെന്ന് നാം ചിന്തിക്കുമ്പോഴാണ് 909-ലെ മുസ്ലിം ലീഗിന്റെ രൂപീകരണം വരുന്നത്. 909 മുസ്ലിം ലീഗിന്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രൂപീകരണം വരെ എല്ലാം ഒന്നാ. ആരാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് നേതൃത്വം നൽകിയത്? അതിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് സാരേ ജഹാം സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് പാടിയ മഹാനായ ഉറുദു കവി മുഹമ്മദ് ഇക്ബാൽ. ഈ ഹിന്ദുസ്ഥാനം എന്റെയാണ്, ഇത് എത്ര നല്ലതാണ്, എത്ര സുന്ദരമാണ് ഈ ഹിന്ദുസ്ഥാനം എന്ന് പാടിയ ഉറുദു കവി മുഹമ്മദ് ഇക്ബാലിനെ കൊണ്ട് ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക രാജ്യം വേണം